സാറേ, ഈ കാശ്മീരിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഈ ഭീകര സ്ഫോടന പരമ്പരയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ പോലീസ് സ്റ്റേഷനകത്ത് ഉഗ്രസ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നൊരു വാർത്ത ഉണ്ടല്ലോ. എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്? അതായത് ശ്രീനഗറിന് തൊട്ട് അടുത്തുള്ള നൗഗാം പോലീസ് സ്റ്റേഷനിലാണ് ഈ സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസുള്ളത്. കേസ് ഉത്ഭവിച്ചത് അവിടെയാണ്. അവിടെ ജെയ്ഷെ മുഹമ്മദ് അനുകൂല പോസ്റ്ററുകൾ 3 പേര് അവിടെ നിരന്തരം പോലീസിനെതിരെയൊക്കെ കല്ലെറിഞ്ഞ് നടന്ന 3 പേര് പോസ്റ്റർ ഒട്ടിച്ചു. ആ 3 പേരെ പിടിച്ചിട്ടാണ് ഈ ഡോക്ടർമാരിലേക്ക് വരുന്നത്. ഈ നൗഗാം പോലീസ് സ്റ്റേഷനിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കേസ് ഉള്ളത്. അവിടെ നിന്നുള്ള അന്വേഷണത്തിലാണ് ഡോക്ടർമാർ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 3000 കിലോ സ്ഫോടകങ്ങൾ പിടിച്ചിരുന്നു. അതിൽ ഒരെണ്ണം 350 കിലോ സ്ഫോടകങ്ങളാണ്. ഈ സ്ഫോടകങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം ഈ ഫരീദാബാദിൽ നിന്ന് കൊണ്ടുവന്ന് ഈ നൗഗാം സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്നു. ഈ നൗഗാം സ്റ്റേഷനിലാണ് പാതിരയ്ക്ക് ശേഷം മാസീവ് അതിഭീകര സ്ഫോടനമായിരുന്നു. കാരണം സ്ഫോടനത്തിൻ്റെ ശബ്ദം 30 കിലോമീറ്റർ അപ്പുറത്ത് കേട്ടു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ ഇത് അബദ്ധവശാൽ പോലീസിൻ്റെ ജാഗ്രതയില്ലാതെ ഈ 350 കിലോ സ്ഫോടകം പൊട്ടിത്തെറിച്ചതാണോ, ഇത് ഭീകരാക്രമണമാണോ, പുറത്ത് ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു കാറുണ്ടായിരുന്നു, ആ കാറിൽ IED സ്ഫോടകം വെച്ചതാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. പക്ഷേ ഇതൊരു ഭീകരാക്രമണം ജെയ്ഷെ മുഹമ്മദ് നടത്തിയതാണ് എന്നുള്ള സൂചനയുണ്ട്. കാരണം ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട PAFF എന്ന സംഘടന ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഭീകരാക്രമണം എന്നുള്ള സൂചനയാണെന്ന് വന്നല്ലോ. അപ്പോൾ ഈ റെഡ് ഫോർട്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട സ്ഫോടകങ്ങൾ സൂക്ഷിച്ചിരുന്നതാണ് പോലീസ് സ്റ്റേഷൻ. ഇന്ന് പുലർച്ചെ ആണ് ഈ നൗഗാം പോലീസ് ഇത് സംബന്ധിച്ച് പ്രസ്താവനയൊന്നും ഇറക്കിയിട്ടില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചത് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ. അപ്പോൾ സ്റ്റേഷൻ മൊത്തത്തിൽ തകർന്നു തരിപ്പണായിപ്പോയി മുകളിൽ നിന്ന്. പിന്നെ സ്റ്റേഷനിൽ ചുറ്റും സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ ഇതൊക്കെ തകർന്നു പോയി. ഈ തകർന്ന് 2 കഷ്ണങ്ങളൊക്കെ ആയിട്ട് തെറിക്കുകയൊക്കെ ചെയ്തു പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഒരുപാട് ഫയർ എഞ്ചിനുകൾ, ആംബുലൻസുകൾ ഒക്കെ വന്നു. 9 പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഉള്ളത്. അത് കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഉറപ്പാണെന്ന് റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ നൗഗാം സ്റ്റേഷൻ്റെ അങ്ങോട്ടുള്ള റോഡുകൾ മുഴുവൻ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ആരെയും കടത്തി വിടുന്നില്ല. ഇത് സ്ഫോടകങ്ങൾ 350 കിലോ പിടിച്ച സ്ഫോടകങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലും ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിലും പരിശോധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചട്ടം. അങ്ങനെ മജിസ്ട്രേറ്റും ഫോറൻസിക് ടീമും വന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് സ്ഫോടനം എന്നുള്ളതാണ് വിവരം. അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റും ഇതിൽ പെട്ടിരിക്കാം എന്ന് കരുതുന്നു. അപ്പോൾ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. സാമ്പിൾ കളക്ട് ചെയ്യുക ഫോറൻസിക് പരിശോധനയ്ക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ഈ കേസിൽ 3 ഡോക്ടർമാരെ ഫരീദാബാദിലും 1 ഡോക്ടറെ സഹറാൻപൂരിൽ ഉത്തർപ്രദേശിൽ ആണ് അറസ്റ്റ് ചെയ്തത്. അതിലൊരു ഡോക്ടർ ഉമർ ഉൻ നബി, അയാളാണ് സ്ഫോടകങ്ങളുമായിട്ട് ഡൽഹി ചെങ്കോട്ടയിലേക്ക് പോയത്. ഒക്ടോബർ 19-ആം തീയതിയാണ് അവിടെ നൗഗാം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പോസ്റ്ററുകളൊക്കെ കണ്ടത്. അപ്പോൾ അവിടെ SSP സീനിയർ പോലീസ് സൂപ്രണ്ട് ചക്രവർത്തി, അദ്ദേഹം ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ പോസ്റ്ററുകൾ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് വെറുതെ വിടാമെന്ന് തോന്നും. ഈ സൂപ്രണ്ടിന് അത് വെറുതെ വിടണമെന്ന് തോന്നിയില്ല. അദ്ദേഹം മറ്റേ ആന്ധ്രയിൽ നിന്നുള്ള ആളാണ്, ഡോക്ടറാണ്. അച്ഛനും ഒക്കെ ഡോക്ടറാണ്, പിതാവും അദ്ദേഹത്തിൻ്റെ. അത് കഴിഞ്ഞ് IPS കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിലാണ് ഈ 3 പേരെ പിടിച്ചിട്ട് ഈ ഡോക്ടർമാരിലേക്ക് നീളുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഡോക്ടറായ പോലീസ് സൂപ്രണ്ടിൻ്റെ ജാഗ്രതയിലാണ് ഈ ഡോക്ടർ ഗാങ്ങിനെ പിടികൂടി രാജ്യത്തിനെ രക്ഷിച്ചത്. അപ്പോൾ
350 കിലോ സ്ഫോടകം ഒരു സ്ഥലത്തും 2900 കിലോ സ്ഫോടകം വേറൊരു സ്ഥലത്തുമാണല്ലോ ഡോക്ടർമാർ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈറ്റ്, ഫോസ്ഫറസ്, റീഏജൻസ്, ഇലക്ട്രോണിക് വസ്തുക്കൾ, ബാറ്ററികൾ, വയറുകൾ, റിമോട്ടുകൾ, ടൈമറുകൾ, മെറ്റൽ ഷീറ്റുകൾ, ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന്. ഇതിൽ എത്ര ആണ് ഈ നൗഗാമിൽ കൊണ്ടുവന്നതെന്നുള്ളതിനെ പറ്റി നമുക്കൊരു സ്ഥിരീകരണമില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് ഈ 350 എന്ന് പറഞ്ഞ ഭാഗമാണ്, മറ്റേതല്ല എന്നുള്ളതാണ്. 25 പേർക്ക് പരിക്കുണ്ട്, 9 പേര് കൊല്ലപ്പെട്ടതിന് പുറമെ. പിന്നെ അവശിഷ്ടങ്ങൾക്കടിയിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഫോടകം നടന്നു എന്ന് പറഞ്ഞാൽ ജഡം കിട്ടാനില്ലല്ലോ മാഷേ. ഇല്ല ശരിയാ. ഈ ഉമർ ഉൻ നബിയുടെ തന്നെ ഒരു കാൽപാദം മാത്രമാണ് അത് വെച്ച് കണ്ടുപിടിച്ചത്. അത് വെച്ചിട്ടാണല്ലോ DNA കണ്ട. ഇത് കഷ്ണങ്ങളായിട്ട് പോയിരിക്കുകയല്ലേ. അപ്പോൾ 300 അടി ദൂരെ ശരീരഭാഗങ്ങൾ, 300 അടി ദൂരെ നിന്നുമൊക്കെ ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ റിപ്പോർട്ടുകളിൽ 2 സാധ്യത പറഞ്ഞിരുന്നു. അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിച്ചതാകാം. പിന്നെ ഇത് സീൽ ചെയ്തിട്ട് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ സീലിംഗ് ഒക്കെ നടന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് സാമ്പിളൊക്കെ എടുക്കുമ്പോഴാണ് സംഭവിച്ചത്. രണ്ടാമത്തെ സാധ്യത ഭീകരാക്രമണം എന്നുള്ളതാണ്. ഫരീദാബാദിൽ നിന്നുള്ള ഇത് കൊണ്ടുവന്നിട്ട് പോലീസും ഫോറൻസിക്കും ടീമും പരിശോധിക്കുകയായിരുന്നു. 350 കിലോയിൽ കുറച്ച് ഫോറൻസിക് ലാബിൽ കൊണ്ടുപോയിട്ട് ബാക്കി സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഡോക്ടർ മുസമ്മിലിൻ്റെ വാടക സ്ഥലത്ത് നിന്ന് പിടിച്ചതാണ് ഈ 350 കിലോ സ്ഫോടകം. അപ്പോൾ സ്റ്റേഷനിൽ ഈ പറഞ്ഞ കാർ ഒരെണ്ണം പിടിച്ച് സ്റ്റേഷൻ വളപ്പിലിട്ടിരുന്നു. അതിൽ IED ഭീകരന്മാർ കൊണ്ടുവച്ച് ചെയ്തതാണോ എന്നൊക്കെ സംശയിച്ചിരിക്കുമ്പോഴാണ് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട PAFF ഇത് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അപ്പോൾ ഈ പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട് 3 കല്ലേറുകാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ആരിഫ് നിസാർ ധർ, യൂസഫ് ഉൽ അഷ്റഫ്, മക്സൂദ് അഹമ്മദ് ധർ. ആ 3 പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് അവിടുത്തെ മെഡിക്കൽ കോളേജിൽ, ഈ ഡോക്ടർമാരൊക്കെ പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജിൽ പാരാമെഡിക്കൽ സ്റ്റാഫായിരുന്ന മൗലവി ഇർഫാൻ അഹമ്മദിലേക്ക് അന്വേഷണം നീണ്ടത്. ഇർഫാൻ അഹമ്മദ് ഈ സഹറാൻപൂരും ഫരീദാബാദും അൽഫല യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നിന്നിരുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സ്ഫോടനത്തിൽ ചെങ്കോട്ടയിൽ 13 പേര് കൊല്ലപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ സംഭവം തുടങ്ങിയ നൗഗാമിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 9 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് അത്യന്തം ഉത്കണ്ഠാജനകമായൊരു വാർത്തയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കിടുന്നത്. പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ചെങ്കോട്ടയുടെ മുമ്പിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത്, ആദ്യത്തെ സ്ഫോടനം ഉണ്ടാകുന്നത്, ഈ പരമ്പരയിൽ ലേറ്റസ്റ്റ്. അതിനെ തുടർന്നാണ് ഈ അന്വേഷണ പരമ്പരയൊക്കെ നടക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷൻ സമ്പൂർണ്ണമായി ഇവർ ഭീകരസ്ഫോടനത്തിലൂടെ തകർത്തിരിക്കുന്നു എന്നാണ്. അത് 9 പേര് മരിച്ചു എന്നുള്ളതൊക്കെ പ്രാഥമികമായ വിവരമാണ്. എന്തൊക്കെയായിരിക്കാം അതിൻ്റെ കാഷ്വാലിറ്റീസ് നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഊഹിക്കാവുന്ന ആദ്യത്തെ സന്ദർഭം, ഈ ഉഗ്രവിഷമുള്ള താവളങ്ങൾ, ഉഗ്രവിഷജീവികളുടെ താവളങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് പോയി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്ത് കഴിയുമ്പോൾ ഇവർ സ്കാറ്റേഡായി കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർക്ക് സുരക്ഷിതമായി പാകിസ്ഥാൻ ഇപ്പോൾ അവർക്ക് അഭയം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലായി, എക്സ്പോസ്ഡായി ലോകത്തിന് മുമ്പിൽ. 2, അവർക്ക് പിന്നെ അഭയം കിട്ടുമെന്ന് അവർ കരുതിയിരുന്ന അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ അവർക്ക് അഭയം കൊടുക്കാതായി. മാത്രമല്ല ഇന്ത്യയോട് അനുഭാവമുള്ളൊരു സമീപനം അഫ്ഗാനിസ്ഥാൻ എടുത്തു. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പോയി ഒളിച്ചു പാർക്കാൻ ഒരു കുറ്റിക്കാട് പോലും ഇല്ലാത്തൊരവസ്ഥ വരും. സ്ഥലമുണ്ട് തുർക്കി. ഇപ്പോൾ ഒടുവിൽ കൊടുക്കുന്നത് തുർക്കിയുടെ സഹായം മാത്രമാണ്. പക്ഷേ എളുപ്പമല്ലല്ലോ എത്താൻ. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഈ തീവ്രവാദികൾക്ക് കാശ്മീരിലേക്ക് എത്തുന്നത് പോലെ, കൂടി വന്നാൽ ഈ പക്തൂണിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും എത്തുന്നത് പോലെ എളുപ്പമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കൂട് നഷ്ടപ്പെട്ട ഉഗ്രവിഷമുള്ള ജീവികൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്ലീപ്പിംഗ് സെല്ലുകൾ എന്ന പഴയ പ്രയോഗം കുറെ കൂടി പുതിയ അർത്ഥത്തിൽ അത് എടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ഈ കണ്ടതും പിടിച്ചതൊന്നും അല്ലാത്ത വിധം, അത് ഡോക്ടർമാരാകാം, എൻജിനീയർമാരാകാം, സാങ്കേതിക വിദഗ്ധരാവാം,
ഏതൊക്കെ താവളങ്ങളിലാണോ ഇവർ ഒളിച്ചിരിക്കുന്നത് എന്ന് വ്യാപകമായി ഇവർ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. അപ്പോൾ ഈ പിടിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കൾ ഒരു ദിവസം കൊണ്ടുണ്ടായതാവില്ലല്ലോ. മാത്രമല്ല ഇത് ഇവർക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനങ്ങളും ആവില്ലല്ലോ. അപ്പോൾ ഇത്രയേറെ ഉഗ്രസ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ എങ്ങനെ എത്തുന്നു, ആരൊക്കെയാണ് എത്തിച്ചു കൊടുക്കുന്നത്? അതുതന്നെ ഡോക്ടർ പോലെ ആലോചിച്ച് നോക്കും. മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ നിയുക്തരായ ജീവകാരുണ്യത്തിൻ്റെ ഈ പറഞ്ഞ മാലാഖമാരായ ഡോക്ടർമാരിലൂടെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്തുമാത്രം ക്രൂരവും നിഷ്ഠൂരവുമാണ് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതിലിപ്പോൾ ആ ഒരു ഡോക്ടറുടെ ഒരു ഉള്ളിലെവിടെയോ കത്തിയ ഒരു നാളം കൊണ്ടാണ് ഇത്രയെങ്കിലും പെട്ടെന്ന് പിടിക്കാനായത്. അതുകൊണ്ട് ഒരു സ്ഫോടനം കൊണ്ട് തീർന്നു നമ്മൾ കരുതി. ആ വസ്തുക്കൾ കൊണ്ടുവച്ച പോലീസ് സ്റ്റേഷൻ, അത് തന്നെ ഇതിൻ്റെ തെളിവെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ എത്ര രാജ്യസ്നേഹികളായ ഉദ്യോഗസ്ഥന്മാരെ നഷ്ടപ്പെട്ടു എന്നതിൻ്റെയൊക്കെ കണക്ക് നമുക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. മാരകമാണ് ഇന്ത്യയുടെ സാഹചര്യം. കാശ്മീർ, നമുക്ക് ഏറ്റവും വലിയ സങ്കടം കാശ്മീർ ഏതാണ്ട് സാധാരണ ജീവിതത്തിലേക്ക് വന്നതാണ്. ഈ പഹൽഗാം വരെ അവിടെ ഏതാണ്ട് ജനങ്ങൾ ജീവിക്കാൻ തുടങ്ങിയതാണ്. കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയതാണ്. ടൂറിസ്റ്റുകൾ സാധാരണ മട്ടിൽ പോയി വരാൻ തുടങ്ങിയതാണ്. അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാമെന്നൊരു തോന്നൽ അവിടുത്തെ സാധാരണ പൗരന്മാർക്കുണ്ടായതാണ്. ടൂറിസം കൊണ്ട് തന്നെ ജീവിക്കാൻ തീരുമാനിച്ച ഇത് മുഴുവൻ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് അവിടെ 27ാം ഭരണഘടന ഭേദഗതി പ്രകാരം അവിടെ അസിം മുനീറിന്, പട്ടാള മേധാവിക്ക് വലിയ സ്ഥാനങ്ങൾ ഭരണഘടനയിൽ തന്നെ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഫീൽഡ് മാർഷലിന് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഒക്കെ തുല്യമായിട്ടോ അതിൻ്റെ മുകളിലോ ഒക്കെ എഴുതി വെച്ചിട്ട് 5 കൊല്ലം അയാൾക്ക് കാലാവധിയും ഒക്കെ നിശ്ചയിച്ച് മറ്റ് നേവിയിലും എയർഫോഴ്സിലൊക്കെ അപ്പോയിൻമെൻ്റൊക്കെ അയാൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിന് അയാൾക്ക് മുനീറിന് തീരെഴുതി കൊടുത്തിരിക്കുന്ന അതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഇന്ത്യയിലുണ്ടാകുന്നത്. ആയിരിക്കാം. മാത്രമല്ല അതിന് പാകിസ്ഥാൻ്റെ പിന്തുണ, അമേരിക്കയുടെ പിന്തുണയുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കൽ കൂടി ഇങ്ങനെ ഈ കാലാകാലങ്ങളിൽ സംഭവിക്കുന്നത് പോലുള്ള റൊട്ടേഷൻ ഉണ്ടല്ലോ പാകിസ്ഥാനിൽ. പട്ടാള അട്ടിമറി, തെരഞ്ഞെടുപ്പ്, പലായനം, പിന്നെ ഭരണത്തലവന്മാർ ഒളിവിൽ പോകുന്നു, ലോകരാജ്യങ്ങൾ ഒളിച്ചിരിക്കുന്നു, പിന്നെ തിരിച്ചു വരുന്നു, പട്ടാളം ഇങ്ങനെ മാറി മാറി ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള അവസ്ഥ. അസീം മുനീർ ആയിരിക്കാം അടുത്ത പട്ടാള ഭരണാധികാരി. ഇപ്പോൾ സമ്പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നിട്ടില്ലായിരിക്കാം. വരാനുള്ള ഏർപ്പാടുകൾ തുടങ്ങിയെന്ന് വേണം ഈ സമയത്ത് നമുക്ക് കാണാൻ. ഒരുപക്ഷെ തീവ്രവാദികളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബലം. അദ്ദേഹമാണല്ലോ പരസ്യമായി വന്നിട്ട് ഈ രാജ്യദ്രോഹികൾ, അന്തർദേശദ്രോഹികൾ, ലോകത്തിലെങ്ങുമുള്ള മനുഷ്യരുടെ ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ഭീകരവാദികളെ ആദരപൂർവ്വം ദേശത്തിൻ്റെ പോരാളികളായി വാഴ്ത്തിയത് ഈ അസീം മുനീറാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് നല്ല നാളുകളല്ല എന്നും ഇന്ത്യക്ക് സമാധാനം ഇനിയും അകലെയാണ് എന്നും ഈ 2 കാര്യങ്ങൾ വേണം കരുതാൻ. നമുക്ക് ജാഗ്രത വളരെ കൂടുതൽ ആവശ്യപ്പെടുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് നേടിയ വിജയം സത്യത്തിൽ ഇവരൊക്കെ നുഴഞ്ഞു കയറാനും ഇന്ത്യയുടെ തെരുവുകളിലാകെ വിന്യസിക്കാനും പല സങ്കേതങ്ങളിലായി ഒളിച്ചു പാർക്കാനും തുടങ്ങിയിരിക്കുന്നു എന്ന വലിയ അറിവിലേക്കാണ് നമ്മൾ ഈ വാർത്ത ഇപ്പോൾ ജനങ്ങൾക്ക് പങ്കിടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.